സിന്ദൂരരേഖ രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 28. വളരെ കുറച്ച് അടുത്ത ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും മാത്രമേ വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളത് കൊണ്ട് അമ്പലത്തിന് തന്നെ അടുത്തുള്ള ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് സദ്യവട്ടങ്ങൾ ഒരുക്കിയത്. 17 കൂട്ടം കറികളും 2 പായസവും ചേർന്ന വിവാഹസമൃദ്ധമായ സദ്യയും കഴിച്ചിട്ട് കല്യാണത്തിന് വന്നവർ പതിയെ അവരോട് യാത്ര പറഞ്ഞു പോകുവാനായി തുടങ്ങി. മക്കളെ, രാഹുകാലം മുമ്പ് വീട്ടിൽ കയറണ്ടേ, പോയി കഴിച്ചോളൂ. അച്ചുവിനെ ആദ്യം ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോട്ടോകൾക്ക് പോസ് ചെയ്യുന്ന മീരയോടും പപ്പനോടും ദേവരാജൻ നിർദ്ദേശിച്ചു. ശരി അച്ഛാ. അയാൾ പറഞ്ഞതും അനുസരിച്ച് ഓഡിറ്റോറിയയിലേക്ക് നടന്നപ്പോൾ കൂട്ടിന് ഇരു വീട്ടുകാരുടെയും അടുത്ത ബന്ധുക്കൾ അവരെ അനുഗമിച്ചു. മീരയുടെയും പപ്പൻ്റെയും മടിയിൽ അച്ചു ആദിയിരുന്നു. ഇലയിൽ വിളമ്പിയ വിഭവങ്ങൾ കൂട്ടി ചോറ് കുഞ്ഞുരുകളാക്കി അവർക്ക് വയറു നിറച്ചും വാരിക്കൊടുത്തതിന് ശേഷമാണ് മീരയും പപ്പനും കഴിച്ചത് തന്നെ. കസവ് കരയോട് കൂടിയ കുഞ്ഞു വെള്ളമുണ്ടും ഗോൾഡൻ യെല്ലോ നിറത്തിലുള്ള ജുബ്ബയും ഇട്ടുകൊണ്ട് കല്യാണ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വിരലിൽ തൂങ്ങി നടന്നിരുന്ന ആ കുരുന്നുകൾ വിവാഹത്തിന് വന്ന എല്ലാ ആൾക്കാരുടെയും കണ്ണും മനവും നിറച്ചിരുന്നു. എടാ, ഞാനെന്നാ ഇറങ്ങുവാണേ. സദ്യയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അനിരുദ്ധ അവരോട് യാത്ര പറഞ്ഞു. എങ്കിൽ ശരിയടാ, വൈകാതെ തന്നെ വീണ്ടും കാണാട്ടോ. അവൻ്റെ കൈ കവർന്നുകൊണ്ട് പപ്പൻ അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അനിയുടെ കണ്ണുകൾ മീരയുടെ പിന്നിലായി തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന രശ്മിയുടെ നേർക്ക് സഞ്ചാരപാത തീർത്തു. പപ്പ, മാരേജ് രജിസ്റ്ററിനുള്ള പേപ്പറും കാര്യങ്ങളും അമ്പലത്തിൻ്റെ ദേവസ്വക്കാർ തന്നെ ചെയ്തു തരുവേലേ? ഇറങ്ങുന്നതിനിടയിൽ എന്തോ ആലോചിച്ചെന്ന വണ്ണം അനി അവനോട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു. അതെ, ഇവിടുന്ന് എഴുതിത്തരും. അവൻ പുഞ്ചിരിയോടെ മറുപടി നൽകി. എന്നാ ശരിയടാ, ഇറങ്ങുന്നു. ഒരു വട്ടം കൂടി യാത്ര പറഞ്ഞതിന് ശേഷം അനിരുദ്ധ അമ്പലത്തിൻ്റെ പടികൾ ഇറങ്ങി നടന്നു. വലതുകാല് വെച്ച് കയറി വാ മോളെ. ദേവരാജൻ്റെ ചേട്ടത്തി വിലാസിനി കത്തിച്ചു വെച്ച വിളവിളക്ക് പെണ്ണിൻ്റെ കയ്യിലേക്കായി നൽകിയിട്ട് സന്തോഷത്തോടെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. മീര അകത്തേക്ക് കയറുവാനായി പാദം പടികളിലേക്ക് വെക്കാൻ തുടങ്ങിയതും അവളുടെ സാരത്തുമ്പിൽ പിടിച്ചുകൊണ്ടു നിന്ന കുരുന്നുകളെ പപ്പൻ പൊടുന്നനെ അവനിലേക്ക് പിടിച്ചു ചേർത്ത് വെച്ചു. പ്രാർത്ഥനയോടെ ചന്ദ്രമംഗലത്തെ വീടിൻ്റെ ഉള്ളിലേക്ക് അവൾ നിലവിളക്കുമായി കയറി ചെന്നു. ദാ അങ്ങോട്ട് വെച്ചേക്ക്, എന്നിട്ട് മനസ്സ് തുറന്നു പ്രാർത്ഥിച്ചോളൂ. പൂജാമുറി ചൂണ്ടിക്കാട്ടിയിട്ട് വിലാസിനെ അവളുടെ മുൻപിൽ നിന്നും ഇത്തിരി നീങ്ങി നിന്നു. മീര പതിയെ അങ്ങോട്ടേക്ക് കാലുകൾ നീക്കി. നിലവിളക്ക് വെക്കേണ്ട തട്ടത്തിന് മുകളിൽ അവൾ അത് കൊണ്ടുചെന്ന് വെച്ചു. ശേഷം കൈകൾ കൂപ്പി സകല ഈശ്വരന്മാരോടും താൻ ദീർഘസുമംഗലയായിരിക്കുവാൻ ഉള്ളുനീറി പ്രാർത്ഥിച്ചു. അവൾക്ക് പിറകിലായി പപ്പനും കുഞ്ഞുങ്ങളും വന്നു നിന്നിരുന്നു. പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നപ്പോൾ അവളെ ആക്രമിക്കുവാൻ എന്ന വണ്ണം ബന്ധുക്കളുടെ ഒരു ചെറിയ കൂട്ടം തന്നെ ചന്ദ്രമംഗലത്തുണ്ടായിരുന്നു. അവൾ ഇനി ഇവിടെ തന്നെ കാണും എൻ്റെ സഹോദരിമാരെ. ബാക്കിയുള്ള ചടങ്ങുകളും കൂടെ കഴിഞ്ഞിട്ട് പോരെ അവളുടെ സുഖവിവരം അന്വേഷിക്കൽ. ഒരു രക്ഷകയെപ്പോലെ വിലാസിനെ അവളെ ആ ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി ഹാളിലെ സെറ്റിയിലേക്കായി ഇരുത്തി. കൂടെ പപ്പനെയും. അവരിരുവർക്കും പാലും പഴവും കൊടുത്തു. ശേഷം വധൂവരന്മാർക്ക് മധുരവും നൽകി. മോള് പപ്പൻ്റെ മുറിയിലേക്ക് പൊയ്ക്കോളൂ. ചെന്നീ സാരിയൊക്കെ ഒന്ന് മാറ്റി കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക. മീരയുടെ മുഖത്തെ തളർച്ച കണ്ടപ്പോൾ അവളെ അവിടെ ഇരുത്തുവാൻ വിലാസിനിക്ക് ഒട്ടും തോന്നിയില്ല. രക്ഷപ്പെട്ടു എന്ന രീതിയിൽ അവരെ നന്ദിയോടെ ഒന്ന് നോക്കിയിട്ട് അവൾ കുഞ്ഞുങ്ങളെയും കൂട്ടി മുറിയിലേക്ക് നടന്നു. അതേസമയം കല്യാണത്തിൻ്റെ എന്തോ കണക്കും കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി പപ്പനെ ആരോ പുറത്തേക്ക് വിളിച്ചിരുന്നു. മുറിയിൽ കടന്ന് ഉള്ളിൽ നിന്നും ആ ഡോറ് കുറ്റിയിട്ടവൾ കുഞ്ഞുങ്ങളെ ഇരുവരെയും ആദ്യം ഉടുപ്പ് മാറ്റി കട്ടിലിലേക്ക് പിടിച്ചിരുത്തി. ശേഷം കയ്യിലും കഴുത്തിലും കിടന്ന ആഭരണങ്ങൾ ഊരി മേശമേലായിട്ട് അഴിച്ചു വെച്ചു. വളരെ ശ്രമപ്പെട്ടാണെങ്കിലും പതിയെ തലയിൽ ചൂടിയ മുല്ലപ്പൂവ് അഴിക്കുവാനായി തുടങ്ങിയപ്പോഴാണ് വാതിലിൽ ആരോ മുട്ടുന്നത് പോലെ മീരയ്ക്ക് തോന്നിയത്. ഒട്ടൊരു സംശയത്തോടെ അവൾ പോയി ഡോറ് തുറന്നു. ചേച്ചി. ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരുന്ന രശ്മിയെ കണ്ടതും ജീവശ്വാസം തിരികെ കിട്ടിയ ആശ്വാസം തോന്നിയിരുന്ന അവൾക്ക്, മോളെ ഇതൊക്കെയൊന്ന് അഴിച്ചു തരുമോ? അവൻ അനിയത്തിയെ നോക്കി ചോദിച്ചു. അതിനല്ലേ ചേച്ചിക്കുട്ടി ഞാൻ ഇങ്ങോട്ടേക്ക് ഓടിപ്പാഞ്ഞു വന്നത്. പറഞ്ഞുകൊണ്ട് മീരയെ ഒരു കസേരയിലേക്കായി പിടിച്ചിരുത്തിയതിന് ശേഷം അവൾ പതിയെ തലയിൽ കുത്തിവെച്ചിരിക്കുന്ന ചെറിയ സ്ലൈഡുകളെല്ലാം ഊരിയെടുക്കുവാനായി തുടങ്ങി. ചേച്ചിക്ക് മാറ്റിയിടാൻ വല്ല തുണി ഇവിടെ ഉണ്ടോ? മുടിയിലെ അലങ്കാരങ്ങളെല്ലാം ഊരിയെടുത്തതിന് ശേഷം തലമുടി മൊത്തം അഴിച്ചിട്ടുകൊണ്ട് രശ്മി ചോദിച്ചു. ഉണ്ട് മോളെ,
കല്യാണത്തിന് മുമ്പ് അന്ന് തുണിയെടുക്കാൻ പോയപ്പോൾ പപ്പേട്ടൻ കുറച്ച് തുണികൾ എനിക്കായി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. സാരിയിലെ പിന്ന് ഓരോന്നായി അഴിച്ചുകൊണ്ടിരിക്കുന്ന അനിയത്തിയോടായി അവൾ പറഞ്ഞു. അത് നന്നായി, രശ്മി മറുപടി നൽകി. മോളെ, ഞാൻ വരുന്നിടം വരെ മക്കളെ നോക്കിക്കോണേ. സാരിയിലെ പിന്ന് മുഴുവനും ഊരി കിട്ടിയപ്പോൾ അവൾ പതിയെ കുളിക്കുവാനായി ഒരു ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. ചേച്ചി പോയിട്ട് വാ, ഞാനിവിടെ ഇവന്മാരുടെ കൂടെ ഇരുന്നോളാം. രശ്മി ധൈര്യം നൽകിയതും അവളെ ഒന്ന് ചിരിച്ചു കാട്ടിയിട്ട് മീര വാഷ്റൂമിൻ്റെ വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ടു. കുളി കഴിഞ്ഞ് മീര ഒരു ചുരിദാറും ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നപ്പോഴേക്കും ബെഡിൽ രശ്മിയോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞിരുന്നു. അയ്യോ, കുഞ്ഞുങ്ങൾ ഉറങ്ങിപ്പോയല്ലോ, മീര വേവലാതിപ്പെട്ടു. രാവിലെ തൊട്ടുള്ള മേളമല്ലേ ചേച്ചി, ക്ഷീണിച്ചുറങ്ങിപ്പോയതാ. രശ്മി ഉറങ്ങിക്കിടക്കുന്ന ഇരുവരെയും നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി കൂടി വേണമെങ്കിൽ ഇവരുടെ കൂടെ ഇത്ര നേരം കിടന്നോ? രശ്മി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മാറി നിന്നുകൊണ്ട് പറഞ്ഞു. ഏയ് വേണ്ട മോളെ, അതൊന്നും ശരിയല്ല. എന്ത് ശരിയല്ലാന്ന്? പുറത്തേക്ക് വന്നാൽ ചേച്ചിയെ വളഞ്ഞാക്രമിക്കാൻ അവിടെ കുലസ്ത്രീകൾ കുറേ പേര് നോക്കി നിൽപ്പുണ്ട്. ചെന്നവരുടെ വായിൽ കയറി കൊടുക്കണ്ട. തമാശയായിട്ടാണെങ്കിലും രശ്മി പറഞ്ഞതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ മീരയ്ക്ക് തോന്നിയില്ല. ഒട്ടൊരാലോചനയോടെ മീര ചെന്ന് കുഞ്ഞുങ്ങളുടെ അരികിലായി ബെഡിലേക്ക് ചെന്ന് കയറിയിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോവാ, ഇതൊക്കെയൊന്ന് മാറ്റിയിട്ട് വരാവേ. ഉടുത്തിരുന്ന സാരി ചൂണ്ടിക്കാട്ടി അതും പറഞ്ഞിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയവളെ മീര തടഞ്ഞില്ല. നനഞ്ഞ നീണ്ട ചുരുണ്ട മുടി അഴിച്ചിട്ടിട്ട് ക്രാസിയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് മീര വെറുതെ ഒന്ന് കണ്ണുകൾ പൂട്ടി. പക്ഷേ ക്ഷീണവും തളർച്ചയും കൊണ്ട് അവളൊരു നീണ്ട ഉറക്കത്തിലേക്ക് വീണുപോയിരുന്നു. കല്യാണത്തിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കി തിരിച്ച് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ നേരം വൈകിട്ട് 5 മണിയോട് കഴിഞ്ഞിരുന്നു. മീരയും കുട്ടികളും ഇപ്പോഴെന്ത് ചെയ്യുകയായിരിക്കും എന്ന് ആലോചിച്ചുകൊണ്ടാണ് അച്ഛനോടും യാത്ര പറഞ്ഞ് ഞാൻ വേഗത്തിൽ വീട്ടിലെത്തിയത് തന്നെ. വല്ലാത്ത തളർച്ചയോടെയാണ് മുറിയിലേക്ക് കയറി ചെന്നത്. പക്ഷേ വാതിൽ തുറന്ന് അകത്തേക്ക് ചെന്നതും അവിടെ കണ്ട കാഴ്ച എന്നിൽ വല്ലാത്ത അടക്കാനാവാത്ത സന്തോഷം ഉണ്ടാക്കി. എൻ്റെ മുറിയിലെ എൻ്റെ കട്ടിലിൽ എൻ്റെ മക്കളോടൊപ്പം കിടക്കുന്ന എൻ്റെ പ്രണയം അല്ല, ഇപ്പോഴെൻ്റെ നല്ല പാതി. മനസ്സിനെ ഒന്ന് തിരുത്തിക്കൊണ്ടാണ് അവർ കിടന്നുറങ്ങുന്ന കട്ടിലിനരികിലേക്കായി ഞാൻ മെല്ലെ ചെന്നത്. ഉയർന്നിരിക്കുന്ന ബെഡിൻ്റെ ക്രാസിയിൽ ചാരിയിരുന്നു കൊണ്ടാണ് പെണ്ണിൻ്റെ ഉറക്കം. ഇരു കുഞ്ഞുങ്ങളും അവൾക്കരികിലായി സുഖമായി കിടന്നു മയങ്ങുന്നുണ്ട്. തളർച്ചയും ക്ഷീണവും എല്ലാം മറന്ന് അവരെ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ എനിക്കപ്പോൾ തോന്നിപ്പോയി. എൻ്റെ ലോകം, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഞാനാണെന്ന് അലറി കൂവി വിളിച്ച് എല്ലാവരോടും പറയണമെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി ആ സമയം. മീരയ്ക്ക് മുൻപിലായി അല്പം കുനിഞ്ഞു നിന്നുകൊണ്ട് അവളുടെ മുഖത്തേക്ക് വീണു കിടക്കുന്ന കുറുനിരകളെ പതിയെ ശബ്ദമുണ്ടാക്കാതെ എടുത്ത് ചെവിക്ക് പിന്നിലേക്കായി ഒളിപ്പിച്ചു വെച്ചു. നിനക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ എൻ്റെ പെണ്ണെ? വെളുത്ത് ശാലീനമായ ഒരു പൊട്ടുപോലും ഇല്ലാതിരുന്ന അവളുടെ ആ മുഖത്ത് ഇതുവരെ കാണാത്ത ഭംഗി ഇന്ന് എന്തുകൊണ്ടാണ് ഉണ്ടായതെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലായിരുന്നില്ല. ചിലപ്പോൾ എനിക്കായി ചുവപ്പണിഞ്ഞ് ആ സിന്ദൂരരേഖയിലെ കുങ്കുമം ആയിരിക്കുമോ ഈ ഭംഗിയുടെ കാരണം? അതെ, അതാവണം കാരണം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ഇല്ലാതിരുന്ന പ്രത്യേക ഭംഗി ഇപ്പോഴെൻ്റെ പെണ്ണിന് എവിടുന്ന് കിട്ടാനാ? എൻ്റെ ബാലിശമായ യാതൊരു യുക്തിയുമില്ലാത്ത ആലോചനകളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് പോലും ശരിക്ക് ചിരി വന്നു പോയിരുന്നു. ഒരാളോട് പ്രണയം തോന്നിയാൽ ഇങ്ങനെയൊക്കെ എനിക്ക് ചിന്തിക്കുവാൻ പറ്റുമോ എന്നുള്ള സംശയവും കൂടി. പണ്ട് നന്ദനയെ പ്രണയിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വികാരങ്ങൾ തനിക്ക് തോന്നുമായിരുന്നോ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഇടയ്ക്കൊക്കെ കാണാൻ തോന്നുമായിരുന്നു, അവളോട് മിണ്ടാനും തോന്നുമായിരുന്നു. പക്ഷേ ഇങ്ങനെ ഹൃദയം നിറച്ച് നോക്കി നിന്ന് സ്വയം മയങ്ങിപ്പോകുവാനുള്ള വികാരങ്ങളൊന്നും അപ്പോഴെനിക്ക് അവളോട് തോന്നിയില്ലല്ലോ. എന്തേ, അതപ്പോൾ പ്രണയമായിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ മീരയോട് തോന്നുന്ന പല വികാരങ്ങളും എനിക്ക് അവളോട് തോന്നിയിരുന്നില്ല എന്ന കാര്യം മീരയെ പ്രണയിച്ചു തുടങ്ങിയപ്പോൾ തൊട്ടാണ് താൻ മനസ്സിലാക്കിയത് തന്നെ. മീരയെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കാൻ തോന്നാറുണ്ട്, ആ മുഖം നിറയെ ഉമ്മ വയ്ക്കാൻ തോന്നാറുണ്ട്, ആ ചുണ്ടുകളിൽ എൻ്റെ ചൊടികൾ ചേർക്കുവാൻ കൊതിയാവാറുണ്ട്. എന്തിനു പറയുന്നു, മഴയുള്ള രാവുകളിൽ ഒരു പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാനും വല്ലാതെ കൊതിയാവുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ, എൻ്റെ പെണ്ണിന് എന്നോടില്ലല്ലോ എന്നാലോചിക്കുമ്പോൾ
മനസ്സിൽ അതിനെയൊക്കെ കെട്ടിപ്പൂട്ടി വെച്ച് നടക്കേണ്ട എൻ്റെ അവസ്ഥ പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവുമോ എൻ്റെ ഈശ്വര? പെണ്ണിനെ പതിയെ കയ്യിൽ താങ്ങി താഴേക്ക് നീക്കി കിടക്കയിലേക്കായി വളരെ ശ്രദ്ധയോടെ കിടത്തി. മീരയുടെ മുഖം ഒന്ന് ചുളിഞ്ഞുവെങ്കിലും ഒന്ന് ചെരിഞ്ഞിട്ട് വീണ്ടും കിടന്നുറങ്ങുന്നത് കണ്ടു. മൂന്നും സുഖമായിട്ട് കിടന്നുറങ്ങുവാണ്. ഉറങ്ങട്ടെ, ക്ഷീണം തീരെ ഉറങ്ങട്ടെ. മടക്കി വെച്ചിരിക്കുന്ന ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് മൂവരെയും തോള് വരെ പുതപ്പിച്ചു കൊടുത്തു. ഒന്നും കൂടി 3 പേരുടെയും മുഖം മനസ്സിൽ ആവാഹിച്ചിട്ട് ഉടുത്തു മാറുവാനുള്ള കാവ്യമുണ്ട് എടുത്തുകൊണ്ട് പതിയെ ബാത്റൂമിനുള്ളിലേക്ക് ഞാൻ കയറി. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്, നന്ദനയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. ICUവിൻ്റെ അകത്തു നിന്ന് ഇറങ്ങി വന്ന ഡോക്ടർ അവിടെ ആശങ്കയോടെ കാത്തുനിന്ന ശ്രീകുമാറിനോടും ആശാദേവിയോടുമായി ഗൗരവത്തിൽ പറഞ്ഞു. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ സാർ? തകർന്ന അവസ്ഥയിൽ നിന്നൊരു അച്ഛൻ്റെ അവസാന പ്രതീക്ഷയിൽ നിന്നും ഉയർന്നു വന്ന ചോദ്യമായിരുന്നു. കാരണം ആണായിട്ടും പെണ്ണായിട്ടും തനിക്ക് ആകെയുള്ളൊരു മകളാണ്. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി നിലത്തും താഴെയും വെക്കാതെ കൊണ്ടു നടന്നു വളർത്തിയ സ്വന്തം മകൾ. പുത്രിയോടുള്ള ഇഷ്ടക്കൂടുതൽ തലയ്ക്ക് പിടിച്ചപ്പോൾ അവളുടെ ഇഷ്ടങ്ങൾ തൻ്റെയും കൂടി സ്വന്തങ്ങളാക്കി മാറ്റിയതാണ്. അവളെ ഇതുവരെയും താൻ അടിച്ചിട്ടില്ല, വഴക്ക് പറഞ്ഞിട്ടില്ല. എന്തിനേറെ പറയുന്നു, അവളോടൊരു കാര്യവും ചെയ്യരുതെന്ന് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. ആശ എന്തെങ്കിലും കുറ്റം പറഞ്ഞാലും ഒച്ച ഉയർത്തി ഭാര്യയെ വഴക്കു പറയായിരുന്നു താൻ. ആ പൊന്നുമോളാണിപ്പോൾ ഇങ്ങനെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഒരിറ്റ് ജീവനു വേണ്ടി മല്ലിട്ട് കിടക്കുന്നത്. എവിടെ കൊണ്ടുപോയാലും ഇതിൽ കൂടുതൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ആരും ചെയ്യുമെന്ന് തോന്നില്ല. കാരണം ആ കുട്ടിയുടെ ബോധം ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. ശരീരം ഒരു മരുന്നിനോട് പ്രതികരിക്കുന്നുമില്ല. ഇപ്പോൾ തന്നെ വെന്റിലേറ്ററിലിട്ടിരിക്കുകയാണ്. വയറിനുള്ളിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, അതും ആഴത്തിൽ തന്നെ. എന്തായാലും ഒരു എമർജൻസി ഓപ്പറേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. വയറിനകത്തു നിന്നുള്ള ബ്ലീഡിങ് ഇതുവരെയും നിന്നിട്ടില്ല. ഞങ്ങൾ അവളെ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഫോർമാലിറ്റീസ് ചെയ്തു കൊടുത്തോളൂ. അവസാനമായി അതും പറഞ്ഞിട്ട് ഡോക്ടർ ശ്രീകുമാറിനെ ദൈന്യതയോടെ ഒന്ന് നോക്കി. ഡോക്ടർ, ഓപ്പറേഷൻ ചെയ്താൽ എൻ്റെ മകൾക്ക് സുഖമാകുമോ? അയാൾ വീണ്ടും പ്രതീക്ഷയോടെ ചോദിച്ചു. ആശ മാത്രം ഹൃദയം തകർന്നവളെ പോലെ ചുവരിൽ ചാരി നിന്നുകൊണ്ട് വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്നു. അതൊന്നും പറയാറായിട്ടില്ല. ആദ്യം വയറിനുള്ളിൽ എവിടെയാണ് മുറിവ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കണം. ഇൻറ്റേർണൽ ഓർഗൻസിന് എന്തെങ്കിലും ഡീപ്പായുള്ള മുറിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കണം. പ്രത്യക്ഷത്തിൽ ഇതൊക്കെയേ കാണുന്നുള്ളൂ. ഇനി വല്ല മറ്റു കുഴപ്പങ്ങളും ഉണ്ടാവുമോ എന്നുള്ള കാര്യം MRI റിപ്പോർട്ട് വന്നാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അയാൾ നന്ദനിയുടെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു. സാറേ, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം. എത്ര ക്യാഷ് വേണേലും മുടക്കാം. എൻ്റെ കൊച്ചിനെ ഒന്ന് ജീവനോടെ തിരിച്ചു കിട്ടിയാൽ മതി. മേടയിൽ ശ്രീകുമാറിൻ്റെ തല ആദ്യമായി ഒരുവൻ്റെ നേരെ കുനിഞ്ഞു. മകളില്ലായ്മ അയാൾക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. അയാൾ കൈകൾ കൂപ്പിക്കൊണ്ട് ഡോക്ടറിന് നേരെ യാചിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യും. നമുക്ക് പ്രതീക്ഷ കൈവിടേണ്ട. ബാക്കിയെല്ലാം ഈശ്വരൻ്റെ കയ്യിലല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീകുമാറിൻ്റെ തോളിൽ സമാധാനിപ്പിക്കുവാൻ എന്ന വണ്ണം മെല്ലെ ഒന്ന് തട്ടിക്കൊണ്ട് അയാൾ വീണ്ടും ICUവിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോഴേക്കും 2 സിസ്റ്റർമാർ അവരുടെ അരികിലേക്ക് ചെന്ന് ഓപ്പറേഷന് വേണ്ടിയുള്ള കൺസെൻറ്റ് ലെറ്ററിൽ അയാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ നന്ദനയെ തിയേറ്ററിലേക്ക് കയറ്റിയിരുന്നു. വേപതുവോടെ അത് നോക്കി നിൽക്കുവാൻ മാത്രമേ ശ്രീകുമാറിനും ആശയ്ക്കും അപ്പോൾ കഴിഞ്ഞുള്ളൂ. മോളും കൂടെ ഇരിക്കരുതോ? അമ്മായി വിളമ്പിത്തരാം. അത്താഴം കഴിക്കുവാനായി ബന്ധുക്കൾ എല്ലാവരും കൂടി ഡൈനിങ് ടേബിളിൽ ഇരുന്നതും വിലാസിനി മീരിയെ കൂടി ഇരിക്കുവാൻ നിർബന്ധിച്ചു. അത് മാത്രമല്ല, പപ്പൻ്റെ അരികിലായി ഒരൊഴിഞ്ഞ കസേര ഉണ്ടായിരുന്നത് അവർ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. ദേവരാജൻ്റെ ബന്ധുക്കളും പപ്പൻ്റെ അമ്മയുടെ കുടുംബക്കാരുമായിട്ട് 2-3 വീട്ടുകാർ മാത്രമേ ചന്ദ്രമംഗലത്ത് തങ്ങാനായിട്ടുണ്ടായിരുന്നുള്ളൂ. വേണ്ടമ്മായി, ഞാൻ പിന്നീട് ഇരുന്നോളാം, അവൾ ഭവ്യതയോടെ അവരോട് പറഞ്ഞു. എങ്കിൽ ശരി, നമ്മൾ പെണ്ണുങ്ങൾ എല്ലാവർക്കും കൂടി ഇരിക്കാം. അവർ പുഞ്ചിരിയോടെ അവളെ നോക്കിയിട്ട് കഴിക്കുന്നവരുടെ പാത്രങ്ങൾ പോന്നുപോരായിക വിളമ്പുവാനായി തുടങ്ങി. മീര മാത്രം കുഞ്ഞുങ്ങളെയും കളിപ്പിച്ചുകൊണ്ട് അടുക്കളയുടെ വാതിലിൽ ചാരി നിന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പപ്പൻ്റെ നോട്ടം തന്നിലേക്ക് മാത്രമാണ് നീളുന്നതെന്നറിയാതെ. കുറച്ചു ചോറ് കൂടെ വിളമ്പട്ടെ മോനെ? അവൻ്റെ കാലിയായ പാത്രം കണ്ടതും
വിലാസിൻ്റെ ധൃതിയിൽ ചോറിൻ്റെ ബേസിനുമായി അവൻ അരികിലേക്ക് ചെന്നു. വേണ്ടമായി, വിളമ്പിയ തന്നെ അധികമായിരുന്നു. ഗ്ലാസ്സിലിരുന്ന അടപ്രഥമൻ്റെ പായസത്തിൻ്റെ അവസാന തുള്ളിയും നാവിലിറ്റിച്ചുകൊണ്ട് അവൻ മറുപടി നൽകി. ശേഷം കൈ കഴുകുവാനായി അവിടെ നിന്ന് എഴുന്നേറ്റു. പുരുഷജനങ്ങളെല്ലാവരും കഴിച്ചെഴുന്നേറ്റതിന് ശേഷമാണ് മീരയും വിലാസിനിയും വേറെ 2 ബന്ധു സ്ത്രീജനങ്ങളും കൂടി കഴിക്കുവാനായി ഇരുന്നത്. മീരയ്ക്ക് അവരോടൊപ്പം ഇരിക്കുവാൻ തെല്ല് ജാള്യത തോന്നി. ഇവിടുത്തെ മരുമകളാണെങ്കിലും കൂടെ ഇരിക്കുന്നവർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം. അത് ഞാൻ പിന്നെ എനിക്കൊട്ടും വിശപ്പില്ല അമ്മായി. ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തൊട്ട് വയറ് നന്നായി വിശക്കുന്നുണ്ടെങ്കിലും അവൾ അങ്ങനെയാണ് അവരോട് പറഞ്ഞത്. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഇത്തിരിയെങ്കിലും കഴിക്കാതെ എങ്ങനെയാ കിടക്കുന്നേ? ഇവിടെ അത്താഴപ്പട്ടിണി കിടന്നുകൂടാ മീരേ. വിലാസിന് കട്ടായം പറഞ്ഞതും അവൾക്ക് വേറെ വഴിയില്ലാതായി. ബാക്കിയുള്ള സ്ത്രീജനങ്ങളും അവളെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുവാൻ ശ്രമിച്ചതും മീര മറ്റെല്ലാം മറന്ന് വിലാസിനിയുടെ അടുത്ത് കിടന്ന കസേരയിലേക്കായി ഇരുന്നു. അപ്പോഴേക്കും അവളുടെ കൂടെ ഇരിക്കുവാനായി ആദ്യം അച്ചുവും കൂടെ കൂടി. അമ്മേ, എനിച്ചും മാമൻ വേണം. പെണ്ണിൻ്റെ മടിയിൽ നൂഴ്ന്നു കയറിയ അച്ചു അവളുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് കിഞ്ചി. അതിനെന്താടാ കണ്ണ, അമ്മ തരാല്ലേ എൻ്റെ പൊന്നിന്. മീരയപ്പോൾ അവരുടെ അമ്മ മാത്രമായിരുന്നു. ചുറ്റുമുള്ള ബന്ധുജനങ്ങളെ തൻ്റെ മക്കളുടെ വിശപ്പിനു മുൻപിൽ അവൾ മനഃപൂർവ്വം മറന്നു. പാത്രത്തിലിരുന്ന ചൂട് ചോറ് കുറച്ച് പരിപ്പും കൂട്ടി കുഴച്ച് കുഞ്ഞുരുളാക്കി അച്ഛനും ആദിക്കും അവൾ ഒരുപോലെ കൊടുത്തു. ഈ കുഞ്ഞുങ്ങൾ ഇത്തിരി മുമ്പല്ലേ ചോറ് കഴിച്ചത്, അപ്പോഴേക്കും വിശന്നോ? കൂട്ടത്തിൽ കഴിച്ചുകൊണ്ടിരുന്ന പപ്പൻ്റെ ബന്ധത്തിലുള്ള ഒരു ചിറ്റയായ ശാരദ അപ്പോഴാണ് വാതുറന്നത്. മീരയ്ക്ക് തൻ്റെ കുഞ്ഞുങ്ങളെ അവർ പറഞ്ഞത് ഇഷ്ടമായില്ലെങ്കിലും അവൾ അതിന് തിരിച്ചു മറുപടിയൊന്നും നൽകിയില്ല. പകരം ചെയ്യുന്ന പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. ഇങ്ങനെ വയററിയാതെ കൊടുത്തിട്ടാണ് ഇതുങ്ങൾ രണ്ടും ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത്. അതൊക്കെ നോക്കേണ്ടത് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുടെ പണിയാണ്. അവർ തെല്ലും വിടാൻ ഇഷ്ടമില്ലാത്തതുപോലെ പറഞ്ഞുകൊണ്ടിരുന്നു. പൊതുവെ ഒരിക്കൽ പോലും ദേഷ്യം വരാത്ത പ്രകൃതമായ മീരയുടെ മുഖം അത് കേട്ടതും ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു. അതുകൊണ്ടായിരിക്കും ശാരദ ചേച്ചിയുടെ മക്കളും മെലിഞ്ഞു മെലിഞ്ഞ് തോട്ടിക്കോല് പോലെ ആയിരിക്കുന്നത്. ഇനിയേലും വല്ലതും ആ പിള്ളേർക്ക് വെച്ച് വിളമ്പി കൊടുത്തില്ലെങ്കിൽ അതുങ്ങൾ ഉണങ്ങിക്കരിഞ്ഞു പോകും കേട്ടോ. ശാരദയോടുള്ള മറുപടി പറയുവാനായി മീര വായ തുറക്കാനായി തുടങ്ങിയതും അവർക്കുള്ള ഡോസ് വിലാസിന് എണ്ണി ചുട്ട അപ്പം പോലെ കൊടുത്തു കഴിഞ്ഞിരുന്നു. അത് കേട്ടതും എല്ലാവരെയും നോക്കിയൊന്ന് ദഹിപ്പിച്ചിട്ട് പാത്രത്തിലുള്ള ഭക്ഷണം വേഗം കഴിച്ചു തീർത്ത് ശാരദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. കണ്ടോ മീരെ, കൊടുക്കാനുള്ളതൊക്കെ ആർക്കാണേലും അപ്പോൾ തന്നെ കൊടുത്തേക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ തലയിൽ കയറുന്ന ഇറങ്ങും. വെറുതെ പാവം പോലെ ഇരുന്നാൽ ഇന്നത്തെ കാലത്തൊന്നും ജീവിക്കാൻ പറ്റുകയില്ല കൊച്ചേ. അവർ പോയെന്ന് മനസ്സിലായതും വിലാസിനെ അവളെ കരുതലോടെ ശാസിച്ചു. മീര ഒരു ചിരിയോടെ തലയാട്ടി കാട്ടി. ശേഷം കുഞ്ഞുങ്ങൾക്ക് മതിയാവുന്നിടം വരെ കൊടുത്തിട്ട് അവൾ കഴിക്കുവാനായി തുടങ്ങി. വയറ് നിറഞ്ഞ കുട്ടികൾ അപ്പോൾ തന്നെ അവിടേക്ക് വന്ന പപ്പൻ്റെ കൂടെ മുറിയിലേക്ക് പോകുന്ന അവൾ കണ്ടു. അത്താഴവും കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വയ്ക്കുവാൻ വിലാസിനെ സഹായിച്ചതിന് ശേഷമാണ് മീര കിടക്കുവാനായി പോകാൻ തുടങ്ങിയത് തന്നെ. അതെ മീരെ, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ നീ ഇന്ന് കിടക്കാൻ പോണത്? ഇട്ടിരുന്ന ചുരിദാറുമായി പോകുവാൻ തുടങ്ങുന്നവളെ തടഞ്ഞുകൊണ്ട് വിലാസിന് ചോദിച്ചു. എന്താ അമ്മായി, ഇത് കൊള്ളില്ലേ? അവർ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ മീര അവളെ സംശയത്തോടെ വീക്ഷിച്ചു. അതല്ല മീരെ, ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ, അപ്പോൾ സമ്പ്രദായം അനുസരിച്ച് സെറ്റ് സാരി ഉടുത്തോണ്ട്. അവർ പറഞ്ഞു മുഴുമിപ്പിക്കാതെ ഒരു ചോദ്യഭാവത്തിൽ മീരയുടെ മുഖത്തേക്ക് നോക്കി. അത് അമ്മായി, അവൾ പൊടുന്നനെ വല്ലാതായി. കല്യാണം കഴിഞ്ഞു എന്നതൊഴിച്ചാൽ അതിനെക്കുറിച്ചൊന്നും അവൾ ചിന്തിച്ചിട്ട് കൂടെയില്ലായിരുന്നു. അവളെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രമംഗലം വീട് അവൾക്ക് പഴയതുപോലെ തന്നെയായിരുന്നു. പഴയ വീട്, പഴയ ആളുകൾ, ജീവിത രീതിയും പഴയത്. അതുകൊണ്ട് തന്നെ ഒരു പുതുപ്പെണ്ണിനോടുള്ള പരിഭ്രമമോ വിറയലോ ഒന്നും അപ്പോൾ വരെ മീരയിലുണ്ടായിരുന്നില്ല. മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ, അതൊക്കെ പഴയ ആചാരങ്ങളാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പാലിക്കണമെന്നൊന്നുമില്ല. പപ്പൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മോളെ അങ്ങനെ ഒരുക്കിയ മുറിയിലേക്ക് വിടുള്ളായിരുന്നു. അതുകൊണ്ട് അമ്മായി അത് ചോദിച്ചത്. മീരയുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. ഞാൻ എടുത്തോളാം അമ്മായി. പപ്പേട്ടൻ്റെ അമ്മയുടെ ആഗ്രഹങ്ങളല്ലേ,
അതൊന്നും ഞാനായിട്ട് തെറ്റിക്കുന്നത് നല്ലതല്ലല്ലോ. ഉള്ളിലുള്ള വെപ്രാളത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അവരുടെ നേർക്ക് നോക്കി ഒന്ന് ചിരിക്കുവാനായി ശ്രമിച്ചു. മോള് വാ, അമ്മായി ഉടുപ്പിച്ചു തരാം. മുറിയിൽ ചെന്ന് ഒരു ബ്ലൗസുമായി തിരിച്ചു വന്നവളെ അവരകത്തെ ഒരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചുവരലമാലയിൽ അടുക്കി വച്ചിരിക്കുന്ന സെറ്റും മുണ്ടുകളിൽ നിന്നും ഒരെണ്ണം വിലാസിനെ വലിച്ചെടുത്തു. എല്ലാം പപ്പൻ്റെ അമ്മയുടേതാ. അവൾക്ക് സെറ്റും മുണ്ടെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. എവിടെ കണ്ടാലും വാങ്ങിക്കൂട്ടും. ഉടുക്കാത്തത് എത്ര എണ്ണം ഉണ്ടായിരുന്നറിയാവോ അവളുടെ കയ്യിലിരുന്ന നേരിയത് അവളെ ഭംഗിയായി അവർ ഉടുപ്പിച്ചു കൊടുത്തു. സുന്ദരിയായിട്ടുണ്ട് എൻ്റെ കൊച്ച്. ഒരുക്കി കഴിഞ്ഞ് പെണ്ണിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവർ ചിരിച്ചപ്പോൾ മീരയ്ക്കും എന്തുകൊണ്ടോ വല്ലാത്ത നാണം തോന്നി. മോളെ, നിന്റെ കാര്യങ്ങളൊക്കെ അമ്മായിക്കറിയാം. പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഇനി ഒരിക്കലും നീ വിഷമിക്കരുത്. ഇന്ന് നിനക്കൊരു തുണയുണ്ട്. പപ്പൻ വളരെ നന്മയുള്ളവനാ മോളെ. അന്യോന്യം സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. അതാ അമ്മായിയുടെ ആഗ്രഹവും. അവളെ അടുക്കളയിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുന്നതിനിടയിൽ വിലാസിനി മീരയോട് ഉള്ളു തുറന്നു. ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മായി. ആ, ഇതുകൂടി കൊണ്ടുപോയിക്കോ. ചടങ്ങൊന്നും തെറ്റിക്കണ്ട കേട്ടോ. ഒരു ഗ്ലാസ് ചെറു ചൂട് പാല് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് അവരവളെ പപ്പൻ്റെ മുറിയിലേക്ക് നേർക്ക് നടത്തി. മക്കളെ ഇവിടെയാണോ കിടത്തുന്നേ? ഇന്നൊരു ദിവസത്തേക്ക് ഇവരെൻ്റെ കൂടെ കിടക്കട്ടെ പപ്പ. അവരുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്നതും അകത്തെ കട്ടിലിൽ പപ്പൻ്റെ മടിയിൽ കിടന്നുറങ്ങുന്ന അച്ചുവിനെ ആദ്യം കണ്ടപ്പോൾ വിലാസിന് കണ്ണും വായും മിഴിച്ചു. അത് വേണ്ടമ്മായി, അവരിവിടെ കിടന്നോട്ടെ. മക്കൾ കൂടെ ഇല്ലെങ്കിൽ എനിക്കെന്തോ പോലെയാ. പപ്പൻ മറുപടി പറയുന്നതിന് മുൻപ് തന്നെ മീര പെട്ടെന്ന് അവരോട് ചാടിക്കയറി പറഞ്ഞു. എന്നാലും മോളെ, ഇന്നൊരു ദിവസത്തേക്കെങ്കിലും. അവർ മീരയെ പ്രതീക്ഷയോടെ നോക്കി. ഇവിടെ കിടന്നോട്ടെ അമ്മായി, ഇവരടുത്തില്ലേ എനിക്ക് ഉറക്കം വരില്ല. പപ്പൻ കുഞ്ഞുങ്ങളെ മടിയിൽ നിന്നും എടുത്ത് കട്ടിലെ നേരെ കിടത്തിയിട്ട് അവരെ നോക്കി പതിവ് പുഞ്ചിരി നൽകി. എങ്കിൽ അങ്ങനെ ആവട്ടെ. മീരയെ മുറിയിലേക്ക് കയറ്റി വിട്ടിട്ട് അവർ തിരികെ നടന്നുപോയി. അവർ പോയെന്ന് കണ്ടതും അതുവരെ ഇല്ലാത്തൊരു വെപ്രാളം അവളിൽ കടന്നുകൂടി. കയ്യിലിരുന്ന പാൽ ഗ്ലാസ് ഒന്ന് വിറച്ചുവോ? ആദിത്യനുമായിട്ടുള്ള ആദ്യ രാത്രി പൊടുന്നനെ അവൾക്ക് ഓർമ്മ വന്നു. ഒരു മൃഗത്തെ പോലെ തൻ്റെ മേലെന്ന ആധിപത്യം കാട്ടിയവനെ ഓർത്തപ്പോൾ തന്നെ അവൾക്കപ്പോൾ പേടിയേറി. ഇവിടെ ആദിത്യനല്ല, പപ്പേട്ടനാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ അറിയാവുന്ന, എല്ലാവരുടെയും മനസ്സറിയുന്ന പപ്പേട്ടൻ. അങ്ങനെയൊക്കെ ഉള്ളം പറയുന്നുണ്ടെങ്കിലും പേരറിയാത്തൊരു ഭയം അവളിൽ അപ്പോൾ വന്നു നിറയാൻ തുടങ്ങിയിരുന്നു. പപ്പൻ ചെന്ന് മുറിയുടെ വാതിലുകൾ പൂട്ടുന്നതും ശേഷം തൻ്റെ അരികിലേക്ക് നടന്നു വരുന്നതും വെപ്രാളത്തോടെ പെണ്ണ് നോക്കി നിന്നു. അപ്പോൾ സ്റ്റോറി ഇഷ്ടമായാൽ പതിവ് പോലെ നിങ്ങളുടെ കമൻറ്റുകളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അപ്പോൾ നാളെ അടുത്ത പാട്ടുമായി വേഗം വരാം കേട്ടോ. എന്ന് നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര. ഗുഡ് നൈറ്റ്.